ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പെങ്കൊച്ചിൻ്റെ റൂമിലെ താഴെ കാർപ്പെറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കതക് എന്ത് ചെയ്ത് അടയുന്നില്ല. അപ്പം നമ്മൾ കതകിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ലെവലാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. കാർപ്പെറ്റ് ഇട്ടതിന് ശേഷം തീരെ ടൈറ്റ്, അതിനപ്പുറം പോരുന്നില്ല. ആകെ ഇവിടെ ഇച്ചിരി എടുത്ത് ചീന്തി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലുക്ക് പോകും. പിന്നെ ചീന്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ലെവലാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടുന്ന് ഒരു 5 mm താഴേന്ന് ഒരു 5 mm കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അടയും. പിന്നെ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്നും 2 mm 5 mm താഴേന്ന് 5 mm കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ വിചാരിക്കോ ഇവിടുത്തെ അടയുന്ന ഈ ഹാൻഡിലിന് ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് കണ്ടോ, ഒന്ന് ഞാൻ ടൈറ്റാക്കാൻ നോക്കിയപ്പോൾ ചെറിയൊരു ഇതുപോലെ ക്രാക്ക് വീണിട്ടുണ്ട്. ഇത് പിന്നെ ഇത് മാറ്റണമെങ്കിൽ മാറ്റാൻ പ്രശ്നമുള്ളൂ. കാരണം 30 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ B&Qന് ഇതുപോലത്തെ ഇത് കിട്ടും. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോക്ക് പിടിപ്പിക്കുന്ന കാര്യമുള്ളൂ. ആമസോണിൽ നിന്ന് നമുക്ക് ഈ ലോക്ക് പിടിപ്പിക്കാനുള്ള അച്ച് പോലെ സാധനം കിട്ടും. അത് കയറ്റി വെച്ച് 2 സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഡ്രൈവറും ഉണ്ട്, നമുക്ക് ഏതായാലും ഇതിൻ്റെ സ്ക്രൂ ഒരു സൈഡ് മുഴുവൻ ഒന്ന് അഴിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇത് ഊരാന്ന് വെച്ചിരുന്നത്, കാരണം അത് പോരേണ്ട ആവശ്യമില്ല, ഇതായി ഏറ്റവും എളുപ്പം. അപ്പോൾ അത് രണ്ടും നമ്മളങ്ങ് ഊരി കണ്ടോ, ഈസി ആയിട്ട്, വലിയ കനമൊന്നുമില്ല, കൂടി 5 കിലോ ഉള്ളൂ. പിന്നെ നമുക്കതിൻ്റെ താഴെ കിടന്ന മേശ ഇങ്ങോട്ട് പിടിച്ചിട്ട്, കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഡോറ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇതിന് മുമ്പേ ഗോഗിൾസ് വെച്ച്, കാരണം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് നല്ല രീതിയിൽ തന്നെ കണ്ണിലേക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഗോഗിൾസ് 5 സൈഡിൽ കൂടെ അളവപ്പെടുത്തിയിട്ട് നമ്മൾ ചെറിയൊരു മാസ്കിങ് ടേപ്പ് അങ്ങോട്ടിച്ചു. അപ്പോൾ മാസ്കിങ് ടേപ്പ് പൊട്ടിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സൈഡിലേക്ക് ബ്ലേഡ് പോയാലും കംപ്ലീറ്റ് ആ ഒരു വൃത്തികേട് അനുഭവപ്പെടുകയില്ല. അതുതന്നെ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്ട്രാ പൊടിയും കാര്യങ്ങളൊന്നും തെറിക്കാതെ കയറി പൊക്കോളും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ 0.5 mm, അതായത് 5 mm മെഷർ ചെയ്തു. അതുപോലെ തന്നെ ആ സൈഡ് നമ്മുടെ കട്ടർ, ഡിവോൾട്ടിൻ്റെ 18 വാട്ട് ബ്രഷ്ലെസ് കട്ടർ. അപ്പം നമുക്ക് പിന്നെ ബാറ്ററി 18 വാട്ടിൻ്റെ 3 ആംപിയർ ബാറ്ററി. നമ്മുടെ UK കൂടുതലും 18 വാട്ടാണ്, അമേരിക്കയിലൊക്കെ 20 വാട്ട്. ഇതിൻ്റെ 5 ആംപിയറും വരുന്നുണ്ട്. 5 ആംപിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ 1 മണിക്കൂറൊക്കെ ചുമ്മാ ഈസി ആയിട്ട് നിൽക്കും. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ഇത് തന്നെ. നമുക്ക് പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ക്ലാമ്പ് വെച്ചൊന്ന് ടൈറ്റാക്കി വെച്ച്, കാരണം നമ്മൾ കട്ടർ വെച്ച് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അറിയാതെ എങ്ങാനും ഒന്ന് സൈസ് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ അടിപൊളിയായിട്ട് ഒരു സൈഡ് കട്ട് ചെയ്ത്